സുഹൃത്തുക്കളെ, നമ്മളെ വീടിൻ്റെ ജനൽ പണി നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണത്. ആ ജനലിൽ കണ്ടില്ല നിങ്ങൾ, കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ ലിൻഡലിലുള്ള കോൺക്രീറ്റ് മുഴുവനും ആ ജനലിലേക്കും വാതിലിലേക്കും ഒക്കെ ഗ്രൗട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളത് പണി നടക്കുമ്പോൾ തന്നെ അത് ക്ലീനാക്കി കൊടുക്കണം, നിർബന്ധമാണ്. സുഹൃത്തുക്കളെ, പിന്നീട് നമ്മൾ ഇതിലുള്ള സിമെൻറ്റും കാര്യങ്ങളൊക്കെ കളയാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15-16ഓളം ആളുകളുടെ പണി ഇതിലെ സിമെൻറ്റ് കളയാൻ മാത്രം വന്നിട്ടുണ്ട് ഈ നല്ലൊക്കെ. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ നല്ല രീതിയിൽ സിമെൻറ്റൊക്കെ കളഞ്ഞ് ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് ലിൻഡലടിക്കുന്ന സമയത്തൊക്കെ, അതേപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ, ലിൻഡലടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, ലിൻഡൽ സൈഡ് വാർപ്പ് അടിക്കുന്ന സമയത്ത് ലിൻഡൽ ഈ ജനലിൻ്റെ നേരെ മുകളിലാണ് ലിൻഡലടിക്കുക. ഓക്കെ, ലിൻഡലിന് പലകടിക്കുക. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുക, ഇതിൽ ഒന്നുക്കി ഇരുമ്പിൻ്റെ ഇതൊക്കെ വെക്കണം, മരമാണെങ്കിൽ ഇരുമ്പാണെങ്കിൽ എന്താണ് നിങ്ങൾ വെക്കുന്നത്, അതിൽ നിങ്ങൾ ഒന്നുക്കി ഗ്രീസ് അടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രഷർ വാഷർ ഉണ്ടല്ലോ, നമ്മളെ വണ്ടി വാഹനമൊക്കെ കഴുകുന്ന ആ പ്രഷർ വാഷർ ഉണ്ടല്ലോ, മെഷീൻ, അത് വീട്ടിൽ കൊടുന്ന് വെക്കുക. ലിൻഡൽ വാർപ്പ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് എല്ലാ ജനലും വാതിൽക്കട്ടിലെയും ജനൽക്കട്ടിലെയും നിങ്ങൾ വെള്ളമടിച്ച് കഴുകുക. ലിൻഡലടിച്ച കോൺക്രീറ്റിലേക്ക് ആവരുത്. ലിൻഡലടിച്ച കോൺക്രീറ്റിലേക്ക് ആവില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് കഴുകാൻ പറ്റും ഈസിയായിട്ട്, ആ സാധനം കൊണ്ടാണെങ്കിൽ, ആ മെഷീൻ കൊണ്ടാണെങ്കിൽ. അല്ലെങ്കിൽ മിസ്വാക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് വരുതി കഴുകുക, വല്ല ബ്രഷ് ഇട്ടുകാണ്ട്. കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് കഴുകാൻ ഒരു 1-2 പണിക്കാരെ വെച്ചാലും പ്രശ്നമില്ല. പിന്നീട് പെയിൻറ്റിങ്ങിൻ്റെ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി വരും, നല്ല 8ൻ്റെ പണി കിട്ടും. അത് കൃത്യമായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.